കുറച്ച് നാച്ചുറൽ ആവാൻ പറ്റുമോ? അത് നീ ഇങ്ങനെ നോക്കിയിരുന്നോണ്ടാ. ഓഹോ, കണ്ണടച്ച് പറഞ്ഞാൽ ചിലപ്പോ ശരിയാവും. ഓക്കെ എന്നാ കണ്ണടച്ചോ. കണ്ടിന്യൂ. ഇത് നോക്കി, ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ്. എനിക്ക് ഇത് നോക്കിയിട്ട് ഇഷ്ടമായെന്ന് പറ. അയ്യോ വേണ്ട, ഇതിപ്പോ തുറന്ന് നോക്കരുത്. ഞാനിതേ ഇവിടെ വെച്ചിട്ട് പോ. പിന്നീട് ഇത് തുറന്ന് നോക്കിയിട്ട് ഇഷ്ടമായോ എന്ന് പറഞ്ഞാൽ മതി. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പുന്നാര മോനെ, നിനക്ക് ഇത്രയും സ്നേഹം എന്നോട് ഉണ്ടായിരുന്നോടാ. നീ അതവിടെ വെച്ചേക്ക്, ഞാനേ കുളിച്ചിട്ട് വന്നിട്ട് തുറന്നു വാങ്ങിക്കും. അയ്യോ, എങ്ങനെയുണ്ട്? നിലവാരമില്ല, പക്ഷെ ചേട്ടൻ നോക്കിയത് ആക്കാണല്ലേ. പോടാ അയ്യേ, ചെല്ല് ചെല്ല്. പോടാ. കൊടുക്കണോ? വായിച്ചോണ്ടിരിക്കല്ലേ, ശല്യം ചെയ്യണ്ട. എന്നാ പിന്നെ കൊടുക്കാം. എന്തായി, കൊടുത്തോ? ഇല്ല. എന്തുപറ്റി? എടാ, അവളവിടെ വായിച്ചോണ്ടിരിക്കല്ലേ. അതുകൊണ്ടെന്താ? അല്ല, ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. ഒരു ഡ്രസ് കൊടുക്കുക എത്ര നേരം വേണമെന്ന് ഏട്ടനോട് കൊടുത്തേ. എടാ, ഈ വായിക്കുന്നതിന്റെ ഓ ഇങ്ങനെ ഒരു കാര്യം. ചേട്ടൻ വന്നേ, അല്ല നിധി, ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് തരട്ടെ? എന്താ? അത് നിധിനെ നോക്കിയാ മതി. എടുക്കട്ടെ? എടുക്കാം. അയ്യോ, തരൂട്ടോ. എവിടെ പോയി? കൊടുക്ക്. ഇവിടെ വെച്ചാണല്ലോ. എന്നാലും ഇതെങ്ങനെ? ചേട്ടാ, ഇവിടെ വെച്ചിരുന്നാണല്ലോ. ഇവിടെ പോയി. ഇപ്പൊ അല്ല സുഖേട്ടാ, ഇവിടെ ഇതിന്റെ പുറത്തിരുന്ന കവർ ഉണ്ടായിരുന്നോ? കവറോ? ആ, ഞാൻ കണ്ടില്ലല്ലോ. അല്ല ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചാന്നേ. അല്ല, എന്താ സാധനം? അത് ഏട്ടത്തിനുള്ള ഗിഫ്റ്റാ. ചേട്ടാ, എന്നാലും ഇത് എവിടെ പോയി? നോക്കണം, നീ ഇവിടെ അവിടെ നോക്കൂ. ഞാനവിടെ നോക്കാനും. നേരം കിട്ടുന്ന നേരത്ത് ഇവിടെ ഇവിടെ ഞാൻ വെച്ചതാ. എന്തത്? എങ്ങനെയുണ്ട്? കൊള്ളാ. എന്തേ എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? എന്താ ആരും മോഹിച്ചു പോവും. ടീഷർട്ട് നിന്റെ അനിയൻ സുധീഷ് അവന്റെ ഡാലിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. അല്ല, അത് സുധീഷേട്ടന് ഏട്ടത്തേക്ക് വാങ്ങിയതാ. എനിക്കോ? ബുദ്ധിയില്ലേ നിങ്ങക്ക്? ഇത് കണ്ടറിഞ്ഞോട്ടെ നിങ്ങൾക്ക് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഞാൻ ഡ്രസ് വാങ്ങിച്ചേർന്നേ? അതങ്ങൂരി. വേണ്ട, എന്നെക്കാളും ചേരുന്ന അച്ഛന്. അതെ, നിനക്കത് വേണം. എനിക്ക് ഇഷ്ടപ്പെട്ട് തോന്നിയോളെ ഇത് കറക്റ്റ് ഫിറ്റ് അല്ലേ? നോക്ക്. പിന്നെ ഇപ്പൊ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. കേട്ടോടാ, ഞാൻ ക്യൂട്ടാണെന്ന്. ഹാൻസം ലുക്കിംഗ് മാൻ. നോ ഡൗട്ട്. ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് ഇനി എന്തിനാണ് ഭാസ്കർ? ഞാൻ നോക്കിയിട്ട് ഒന്ന് ചുറ്റി കറങ്ങിട്ട് വരാം. ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ലവ് ഇറ്റ്. ഓക്കെ, കാശും പോയി. സോറി. എന്തിന്? അല്ല, ഈ സത്യമായിട്ട് ആ ഡ്രസ് ഞാൻ ഇയാൾക്ക് വേണ്ടി വാങ്ങിച്ചോണ്ടെന്ന്. പക്ഷെ അച്ഛൻ നശിപ്പിച്ചു. അല്ല, പക്ഷെ സൈസ് വലുതായിരുന്നല്ലേ പറഞ്ഞേ. നാളെ ഞാൻ തൊട്ട് താഴെയുള്ള സൈസ് വാങ്ങിച്ചിട്ടില്ല. ഒരു മിനിറ്റ് നിൽക്കാമോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു മണിക്കൂർ നിൽക്കാലോ. അതിനെന്തിനാ പെർമിഷൻ ചോദിക്കുന്നേ? എന്ത് വേണമെങ്കിലും എനിക്ക് ചോദിക്കാം, എപ്പോ വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ചേ. ഞാൻ പറയുന്ന തെറ്റായിട്ട് എടുക്കരുത്. ഇയാൾ എന്ത് പറഞ്ഞാലും ഞാൻ തെറ്റായിട്ട് എടുക്കില്ല. ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുമല്ലോ. എന്നാ മേലിൽ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങി വരരുത്. മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം ഒരു നൈറ്റ് വാങ്ങി വന്നു, ഇപ്പൊ ദേ നൈറ്റ് ഡ്രസ്. ഇയാള് നൈറ്റ് ഇടില്ല എന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ ഇത് വാങ്ങിച്ചേ. ഇതും ഇഷ്ടായില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി ഒന്നും ഇയാൾ വാങ്ങി വരരുതെന്നാ. ഇപ്പൊ തന്നെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് സാരമില്ല. ഒരു സാധാരണ ഡ്രൈവർക്ക് കൊടുക്കുന്ന പോലെ എല്ലാം കൂടി ഒരുമിച്ച് കുറെ പണം തരുകയും ചെയ്തല്ലോ. അത് സാരമില്ല. എനിക്ക് വേണ്ടി എത്ര തല്ല് വാങ്ങി, അതിനൊന്നും ഞാൻ എന്ത് ചെയ്താലും മതിയാവില്ല. അത് താൻ വിട്ടേക്കടോ. ഈ ആണുങ്ങളാകുമ്പോ കുറെ ഇങ്ങോട്ട് കിട്ടും, കുറെ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ദാറ്റ്സ് ഓൾസോ നാച്ചുറൽ, സ്വാഭാവികം. ഇയാളുടെ തല്ല് കേൾക്കാനല്ല ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ചെയ്ത പോലെ ഇനിയൊന്നും വാങ്ങി വരരുത്. തൽക്കാലം ഞാൻ ഇവിടെ തങ്ങുന്നതേ ഉള്ളൂ. ഒരു ജോലി ആയാല് ഞാൻ ഉടനെ മാറിത്തരും. അതുവരെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും നിങ്ങളെ കണക്കാക്കണ്ട. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഇതിലൊക്കെ എന്ത് ബുദ്ധിമുട്ടാണോ? ഉണ്ട് സുധീഷ്, എനിക്കത് ഇഷ്ടമല്ല. തെറ്റായി തോന്നരുത്. അനാവശ്യമായിട്ട് കടപ്പാട് പറയാൻ വയ്യ. സോറി. ഇയാൾക്ക് ഇഷ്ടാവൂന്ന് കരുതിട്ടാ ഞാൻ. എന്റെ ഇഷ്ടം നോക്കി ഇതൊക്കെ വാങ്ങിത്തരാൻ നിങ്ങൾ എന്റെ ആരും അല്ലല്ലോ. നമ്മൾ ഫ്രണ്ട്ലിയാ. പക്ഷെ അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിത്തരുമ്പോ ഒരുമാതിരി സുഖമില്ല സുധീഷ്. പോലീസുകാരുടെ മുന്നില് ഒരു നാടകം കളിച്ചെന്ന് കരുതി ആ ബന്ധം റിയലാന്ന് നമ്മൾ കരുതാൻ പാടില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കോണം. സുധീഷ് ഒന്നും ചെയ്യണ്ട പ്ലീസ്. തെറ്റായിട്ട് എടുക്കരുത്. മൂക്കടിച്ച് പിടിച്ചോടാ. തുമ്പും സുഭാഷ് ചേട്ടാ, ഞാൻ സഹായിക്കാം. ഇത് നിറഞ്ഞു, ബാക്കി അതിലിട്ടു. ഇതിലിടാം. സുധീഷേട്ടാ, ഇതാ പറ്റാ നോക്കി നോക്ക്. സുധീഷേട്ടൻ പറ്റുന്നില്ലേ? ഇതെവിടെ വാങ്ങിയതാ? വാങ്ങിയല്ല, ഒരു ഫ്രണ്ടിന്റെ. അവന്റെ കൈ കണ്ടപ്പോ എനിക്കിഷ്ടായി. ഞാൻ വാങ്ങിച്ചു. പക്ഷെ പാകമാണെന്ന് അപ്പൊ നോക്കിയത്. ഓ, അവന്റെ കവർ നീ ചോദിച്ചപ്പോ അവനൊന്നും പറഞ്ഞില്ലേ? ഫ്രണ്ട്സിന് സുധീഷേട്ടാ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ കണക്കൊന്നും. അതെ, അതാണ് ശരി. എടാ, ഈ ഫ്രണ്ട്സ് ആണെങ്കിലേ കണക്കൊന്നും പാടില്ല. ഈയിടെ ഈ ഒരു ഫ്രണ്ടിന് വേറൊരു ഫ്രണ്ട് എന്ത് വേണേലും വാങ്ങിച്ചു കൊടുക്കാം. അത് സ്വീകരിക്കാം. അപ്പൊ അത് വേണ്ടാന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ല. അതല്ലേ അതിന്റെ ശരി. എടാ, അതെ, ഈ കേസിന് പരമാവധി ഒരു 200 രൂപ വരും. അത് നിനക്ക് വാങ്ങാൻ പറ്റാത്തോണ്ടല്ല. എന്നാലും ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോ ഒരു സന്തോഷം അത് തരുന്ന അവനും കാണും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവില്ലടാ. അതൊക്കെയാണ് പ്രശ്നം. അല്ല, സുധീഷന്റെ പ്രശ്നം എന്താ? എനിക്ക് മനസ്സിലായില്ല. നിനക്ക് അങ്ങനെ തോന്നിയോ? തോന്നി. ഹായ് നിധി. ഹായ്. മറ്റത് വരുമ്പോ സുഭാഷേട്ടാന്നായിരുന്നല്ലോ, ഇപ്പൊ വിളി മാറ്റിയാ. പോടാ, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയോണ്ടാ. ഓ, അപ്പൊ സുഭാഷേട്ട ഫ്രണ്ട് അല്ലേ? പാകാവൂല. ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. സുനന്ദേ, എന്താ ഇത്? തുറന്നു നോക്ക്. നൈറ്റിയോ?
സുഭാഷ് ഏട്ടൻ സുനന്ദയ്ക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാ. ആണോ? ആ ഞാനാ ആ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണോ? എന്താ സംശയം? സുനന്ദയ്ക്ക് വേണ്ടി, സുനന്ദയ്ക്ക് വേണ്ടി മാത്രം സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചോണ്ട് വന്നതാ. എടാ മാത്രമല്ല ഇങ്ങനെയുള്ള നൈറ്റ് ഇട്ടാലേ പെൺകുട്ടികളെ കാണാൻ ഭംഗിയുള്ളൂന്നും സുഭാഷ് ഏട്ടൻ പറഞ്ഞു. ഞാനെപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? അത് എനിക്കന്ന് പറഞ്ഞായിരുന്നു, നീ കേട്ടില്ലേ? സുഭാഷേട്ടാ, ആ? താങ്ക് യു സോ മച്ച്. അമ്മ വീട്ടിലില്ല, തിരിച്ചു വരുന്നതിന് മുമ്പേ ഞാൻ ഇത് കൊണ്ടുവെക്കട്ടെ. എടാ, നീ എന്ത് പണിയാണ് കാണിച്ചത്? ആ സുനന്ദ എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കും? നല്ലത് തന്നെ വിചാരിക്കും. എടാ അത് അവളെ വീട്ടിൽ കണ്ടാ അതിലേറെ കുഴപ്പമാവും. നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? എന്റെ ഏട്ടാ എപ്പോ നോക്കിയാലും ഒരു ചെറിയ പാത്രത്തില് മെഴുക്ക് വരട്ടി ബനാന മാത്രമല്ലേ കൊടുത്തുവിടാറുള്ളൂ. ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് കരുതി. അതെ, ചേട്ടൻ നന്നാന്ന് പറഞ്ഞപ്പോഴേ ആ പാവ എത്ര സന്തോഷത്തോടെ വാങ്ങി പോയെന്ന് കണ്ടോ? അത് ശരിയാട്ടാ. ആ അതാണ് സ്നേഹം. അല്ല, എന്നാണ് സുധീഷേട്ടൻ എന്തിനാ നൈറ്റ് സുനന്ദയ്ക്ക് കൊടുത്തത്? അങ്ങനെയെങ്കിൽ അവർക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടാവട്ടെ. ഓ, അങ്ങനെ. സുഭാഷേട്ടാ, പുറത്തേക്ക് പോന്നൊക്കെയാണോ? സുഭാഷേട്ടാ മറന്നോ? ഞാനോ? അല്ല ഞാനെന്ന് പറഞ്ഞു. അയ്യോ വെട്ടു. ഇന്നലെ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞത്. ആണോ? അത് കൊള്ളാലോ. എന്നിട്ട് എവിടെ ഇന്റർവ്യൂ? നീയാണോ കൂട്ടിക്കൊണ്ട് പോന്നേ? അല്ല എവിടെയാണ് ഇന്റർവ്യൂ? അത് സുഭാഷേട്ടൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. ഞാനോ? അതെ സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ ക്ലയന്റ് ഇല്ലേ ഇന്ദ്രാണി കൺസ്ട്രക്ഷൻസ്, അന്ന് അവരോട് സുഭാഷ് ഏട്ടൻ പറഞ്ഞിരുന്നില്ലേ? അവിടെയാ നിധിക്ക് ഇന്റർവ്യൂ. അപ്പൊ അവര് സുഭാഷേട്ടനെ വിളിച്ചിരുന്നില്ലേ? പിന്നെ വിളിച്ചിരുന്നു, ഞാനാ ഫോൺ എടുത്തേ. താങ്ക്സ് സുഭാഷേട്ടാ. ഞാൻ സുഭാഷേട്ടന്റെ പേര് മോശാക്കില്ല. ഇന്റർവ്യൂല് നന്നായിട്ട് പെർഫോം ചെയ്യും, ഉറപ്പ്. സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതിരുന്നിട്ടും അവര് വരാൻ പറഞ്ഞത് സുഭാഷേട്ടൻ പറഞ്ഞോണ്ടാന്ന് എനിക്കറിയാം. താങ്ക്സ്. അയ്യോ സുഭാഷ് ഏട്ടനോട് താങ്ക്സ് ഒന്നും പറയണ്ട. ചേട്ടന് ഇതൊക്കെ ഒരു നിസ്സാര കാര്യ അല്ലേ സുഭാഷ് ഏട്ടാ? എന്നല്ലായിരുന്നോ? കഴിച്ചിട്ട് പയ്യെ പോയാ മതിയെന്നേ, അവര് വെയിറ്റ് ചെയ്തോളൂ അല്ലേ സുഭാഷ് ഏട്ടാ? അയ്യോ അത് വേണ്ട. ഇത് 10 മണി കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ സുഭാഷ് ഏട്ടാ? നിധി പോയി റെഡി ആയിക്കോ. ശരി മോദയം കഴിക്കും. എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ ആരെടുത്ത് പറഞ്ഞു എന്നാ? ചേട്ടൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഞാന് എന്റെ കൂടെ പഠിച്ച അനൂപില്ലേ, അവന്റെ അച്ഛന്റെ കമ്പനിയായ ഇന്ദ്രാണി കൺസ്ട്രക്ഷൻസ്. അവിടെ നിധിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. എടാ നീ പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നെങ്കിൽ നീ ആ കാര്യം പറഞ്ഞ പോലെ. എടാ വെറുതെ എന്തിനാ എന്റെ പേര് പറയുന്നേ? അല്ല ഏട്ടാ, അവളല്ലേ ചേട്ടനോട് ഒരിക്കൽ ജോലിയുടെ കാര്യം പറഞ്ഞേ. ഇതിപ്പോ ചേട്ടൻ ഏർപ്പാട് ചെയ്താണെന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ ചേട്ടനൊരു ഗമ കിട്ടില്ലേ? അതൊരു ഗമ. ഇതിൽ എന്ത് ഗമയാണോ ഇരിക്കുന്നത്? എടാ നാളെ ഞാനല്ലാതെ ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ പറ്റി എന്ത് കരുതും? എന്തിനാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു ചെറിയ കാര്യത്തിനെ പോലെ നുണയില്ലാതെ നിനക്ക് പറ്റത്തില്ല അല്ലേ? അയ്യോ നീ ഒരു ഭൂലോകം നുണയനാ. അതിന്റെ കൂടെ എന്നെ കൂടെ ചേർക്കണം. എടാ അവൾ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എന്റെ പേര് പറഞ്ഞാലോ? അപ്പൊ എന്ത് ചെയ്യും? ചേട്ടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. ഞാൻ ചേട്ടനൊരു വിലയുണ്ടായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാ. എന്നെ പൊന്നനിയാ, ഉള്ള വില നീ ആയിട്ട് നശിപ്പിക്കാതിരുന്നാ മതി. ഒന്നും സംഭവിക്കില്ലെന്നേ. സുഭാഷേട്ടൻ ധൈര്യമായിട്ടിരുന്നേ. എടാ എന്തിനാണ് നീ എന്നെ കൂടെ ഇങ്ങനെ പെടുത്താൻ നിൽക്കുന്നത്? സുഭാഷേട്ടൻ പ്ലീസ്, ഒരു പ്രശ്നം വരില്ല. സുഭാഷേട്ടൻ പേടിക്കണം. ഇപ്പൊ നിധിക്ക് കഴിക്കാൻ ഫുഡ് എടുക്ക പ്ലീസ്. ഞാൻ താഴെ ഇരിക്കുന്നല്ലേ സുഭാഷേട്ടാ? ഇന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ? ഡ്രസ് അയൺ ചെയ്തതുപോലെ. അതെ, ചെളിയോ? ഹലോ, ചെളിയൊന്നുമില്ല. രാവിലെ ഞാൻ നല്ല വൃത്തിയായിട്ട് തുറച്ചിട്ട് നല്ല ആണ്. സോറി. ഇട്ടോളൂ. ഒന്നും താങ്ക്സ്. നീക്കി ഒഴിക്കടാ. കറി വേണോ? എടാ ഹരീഷൻ, എന്നാ ഇന്റർവ്യൂ ആട്ടോ. ജോലി ഇടാൻ പ്രാർത്ഥിച്ചു. ഓ, ജോലി കിട്ടിയ ഒരു 2 വീലർ വാങ്ങിയെടുത്തി. 2 വീലർ ജോലിക്ക് പോന്നേ ഒരു സ്റ്റൈലാ. ആദ്യം കിട്ടട്ടെ, എന്നിട്ട് വാങ്ങിക്കാം. ആ. വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി ബാംഗ്ലൂരോ ചെന്നൈയിലോ ഒക്കെ ജോലി ചെയ്യണമെന്നായിരുന്നു എനിക്ക് മോഹം. ഇവിടെ തുടക്കമാവട്ടെ അല്ലേ? ഓടെ സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നല്ലേ നല്ലത്. അയ്യോ, ചെറുപ്പം മുതൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിച്ചിട്ടില്ല. അടുത്തുള്ള സ്കൂള്, അടുത്തുള്ള കോളേജ്. ഇനിയെങ്കിലും ലോകം കാണണ്ടേ സുഭാഷേട്ടാ? ഹരീഷ് ഏത് കോളേജിലാണ് പഠിച്ചേ? അവരോട് അടുത്തുള്ള ഒരു കോളേജിലാണ് പഠിച്ചത്. മതിയാക്കിയോ? ധാരാളം മതി. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളേ? ഞാൻ എപ്പോഴാ കോളേജിൽ പോയേ? അല്ല അത് എടാ ഇവൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുള്ള മുഴുവൻ നുണയാ. ഞാൻ വലിയ സൂപ്പർവൈസർ ആണ് അത്രേ. മതി. ഇനിയിപ്പോ അത് അവള് കേൾക്കണ്ട. കേക്കണം, ഞാൻ കോളേജിൽ ഒന്നും പോയിട്ടില്ലാന്ന് ഞാൻ നേരിട്ട് പോയി പറയാൻ പോവാ. എടാ ഹരീഷ്, ഈ സമയത്താണ് പറയാൻ പോകുന്നത്? നീ പറഞ്ഞോ, പക്ഷെ അതിപ്പോ പറയണ്ട. നീ പറഞ്ഞോ, പിന്നെ പറഞ്ഞോ. സുധീഷേട്ടാ, ഓ, ഞാൻ ബികോമിനാണോ അതോ IAS ആണോ പഠിക്കുന്നത്? അല്ല, അറിഞ്ഞ അങ്ങനെ പെരുമാറാമായിരുന്നു. വേണ്ട. ഒരു രസത്തിന് ഞാൻ വെറുതെ പറഞ്ഞത്. അതിപ്പോ എനിക്ക് തലവേദനയായി. ശരി പറയാനാ. ശരി എന്നാ പിന്നെ ഇപ്പൊ അതിന് തെറ്റിക്കൂടെ? എല്ലാവർക്കും സമാനത്തോടെ ഇരിക്കാമല്ലോ. അതിന് ഇതിലിപ്പോ എത്ര സമാധാനം കിടന്നു? നുണയൊരു സ്വഭാവമായിട്ട് കൊണ്ടുനടക്കണവർക്ക് അത് പറഞ്ഞ മനസ്സിലാവില്ല. എടാ നാളെ ആ കുട്ടിക്ക് സത്യമല്ല മനസ്സിലാവുമ്പോഴേ നിന്റെ കൂടെ ഞങ്ങളെ മോശക്കാരായി കാണില്ലേ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ടും എന്ത് വേണോന്ന് എനിക്കറിയാം കേട്ടാ. എന്നെ അടുത്തേക്ക് ഇതൊക്കെ മനസ്സിലാവണോ? അന്ന് അടുത്ത് ഇവിടുന്ന് പോടാ, നോക്കിക്കോ. നീ എന്റെ കയ്യിൽ മേടിക്കേ. താനെങ്ങ വാ. എടാ ആ കുട്ടി പോകാൻ നിൽക്കുന്ന സമയല്ലേ? പഴക്കൊന്നും വേണ്ട. എടാ നിന്നോട് കൂടിയാ ഇയാളെന്ത് എനിക്ക് ദോഷം വേണോ? വേണ്ട നിനക്കോ? വേണ്ട, ചമ്മന്തിക്ക് പോറാ. ഇവന് എടുക്കുന്നില്ലല്ലോ. അനൂപേ, എന്താ ഇന്റർവ്യൂവിന്റെ കാര്യം? എടാ നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഇവിടുന്ന് നിധിയായിട്ട് പുറപ്പെടാട്ടോ. എടാ ഈ മെസ്സേജ് കേട്ട ഉടനെ തിരിച്ചു വിളിക്കണേ. എന്നെ ടെൻഷൻ എടുപ്പിക്കല്ലേ. സുഭാഷേട്ടാ, ഫോൺ റെഡിയായോ? ആ. അതെ നന്നായിട്ട് പോയി പെർഫോം ചെയ്തോ. എടതി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല സമയം വേണ്ട. ഇറങ്ങിക്കോ. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. എന്നാ വാ. ബൈക്കിലാണോ പോകുന്നത്? അത് നമ്മുടെ കാറുകളൊക്കെ ഓട്ടത്തിലാ. ബൈക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാം. സാരമില്ല. ആ. സുഭാഷേട്ടാ,
അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ എന്തിനാ അവളെ ഇങ്ങനെ ചതിക്കാൻ നോക്കുന്നേ? വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും സത്യമില്ലാത്ത ഒരു പുരുഷനെ ഒരു പെണ്ണും വിശ്വസിക്കില്ല. സുനന്ദ ഇന്നാളെ ദിവസം പറയായിരുന്നു ഈ വീട്ടിലെ പെണ്ണുങ്ങൾ വാഴില്ലാന്ന്. അമ്മ മരിച്ച പിന്നെയാണ് അച്ഛനിങ്ങനെ ആയത്. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞ ജയിലായിരുന്നു. അമ്മയെ അച്ഛൻ